നമസ്കാരം, ഞാൻ കനുഗീത. ഇന്ന് ഞാൻ ക്രോഷേ ചെയ്യാൻ പോകുന്നത് പോയിൻസെറ്റ, അതായത് നമ്മുടെ ക്രിസ്മസ് ഫ്ലവർ. അതിന് 3 സൈസസ് ഓഫ് പെറ്റൽസും ഒരു ലീഫിൻ്റെ സെറ്റും കൂടെ വെച്ചിട്ടാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഇതിന് വേണ്ടത് 3 കളറിലുള്ള യാൺ, പിന്നെ ഒരു സിസേഴ്സ്, പിന്നെ അലുമിനിയം വയേഴ്സാണ് വേണ്ടത്. അത് 15 സെൻറ്റിമീറ്റർ വീതമുള്ള 20 നമ്പേഴ്സ്, അതായത് പെറ്റൽസിനും ലീവ്സിനും വേണ്ടിയിട്ട്. പിന്നെ 6 സെൻറ്റിമീറ്റർ വീതമുള്ള 9 വയേഴ്സുമാണ്. നമ്മളിതിന് ഉപയോഗിക്കുന്നത് സ്റ്റീൽ ഹുക്സാണ്. അത് 1 mm-ൻ്റെയും 1.75 mm-ൻ്റെയും 5 പെറ്റൽ വീതമാണ് ഓരോ സൈസിലും നമ്മൾ ചെയ്യുന്നത്. ആദ്യത്തെ സൈസ് ഓഫ് പെറ്റലിന് ചെയിൻ 9, അതിൻ്റെ ആദ്യം ഒരു സിംഗിൾ ക്രോഷേ, പിന്നെ 2 ഹാഫ് ഡബിൾ ക്രോഷേ, പിന്നെ 2 ഡബിൾ ക്രോഷേ, വീണ്ടും 2 ഹാഫ് ഡബിൾ ക്രോഷേ, പിന്നെ 2 സിംഗിൾ ക്രോഷേ സെയിം ചെയിനിൽ. പിന്നെ എങ്ങനെയാണ് അതിൻ്റെ ബാക്കി ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. ആദ്യമായിട്ട് നമ്മളിതിൻ്റെ 9 ചെയിൻസ്. ഇനി നമ്മളിതിൻ്റെ അടുത്ത സൈസസ് ഓഫ് പെറ്റൽസിന് 12 ചെയിനും 15 ചെയിനും വീതമാണ് ചെയിൻ ചെയ്യുന്നത്. ഇത് ആദ്യത്തേത് നമുക്ക് 9 ചെയിൻസിലാണ് ചെയ്യുന്നത്. ഇതിൻ്റെ സൈസ് വലിപ്പം കൂട്ടാനായിട്ട് ചെയിൻ നമ്പേഴ്സും കൂട്ടും, അതിനുള്ളിൽ സ്റ്റിച്ചസിൻ്റെ നമ്പേഴ്സും കൂട്ടും. ഈ 9 ചെയിൻ, ബാക്കി എല്ലാ കാര്യങ്ങളും ഇത് ഒരെണ്ണം നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി നമ്പേഴ്സിൻ്റെ വ്യത്യാസം മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഞാൻ ഒരെണ്ണം മാത്രമേ കംപ്ലീറ്റ് ആയിട്ട് ചെയ്ത് കാണിക്കുന്നുള്ളൂ. ഇതിനുള്ളിലേക്ക് ഈ അലുമിനിയം വയറ് ഇൻസെർട്ട് ചെയ്യുക. എന്നിട്ട് നമ്മൾ ആ വയറിന് കൂടെ ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് ആദ്യത്തെ ഒരു സിംഗിൾ ക്രോഷേ, ഇനി 2 ഹാഫ് ഡബിൾ ക്രോഷേ, ഈ ബേസിക് സ്റ്റിച്ചസിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം. ഇത് ചെയ്യുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടായിട്ട് കാണുമ്പോൾ തോന്നുന്നുണ്ടെങ്കിലും അത്രത്തോളം ഇതിന് ബുദ്ധിമുട്ടില്ല. ഇത് ചെയ്ത് കിട്ടുമ്പോൾ കിട്ടുന്ന പെർഫെക്ഷൻ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിതൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നുകയില്ല. ഈ വയർ ഇതിൻ്റെ ഇടയിലുള്ളത് കൊണ്ടാണ് നമുക്കതൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നത്. ഈ വയറും തന്നെ നല്ല ഫ്ലെക്സിബിൾ ആയിട്ടുള്ളതാണ്, അതുകൊണ്ട് തന്നെ അത്ര വലിയ കഷ്ടപ്പാടില്ല അതിങ്ങനെ ചെയ്യാനായിട്ട്. നമ്മളിതുപോലെ ടൈറ്റായിട്ടുള്ള സ്റ്റിച്ചസ് ചെയ്യാൻ വേണ്ടിയിട്ട് എപ്പോഴും കോട്ടൺ യാൺ ഉപയോഗിച്ചിട്ട് ചെയ്യുമ്പോൾ സ്റ്റീൽ ഹുക്സാണ്, അതായത് ചെറിയ ചെറിയ സൈസസിന് കൂടുതലും സ്റ്റീൽ ഹുക്കാണ് ഉപയോഗിക്കുന്നത്. കാരണം ഇല്ലെന്നുണ്ടെങ്കിൽ മറ്റേത് അലുമിനിയം ഹുക്സ് വേഗം തന്നെ വളഞ്ഞു പോവും. അത് 2 ഹാഫ് ഡബിൾ ക്രോഷേ കഴിഞ്ഞിട്ട് 2 ഡബിൾ ക്രോഷേ, വീണ്ടും 2 ഹാഫ് ഡബിൾ ക്രോഷേ, അത് കഴിഞ്ഞാൽ നമ്മൾ തുടക്കത്തിലിട്ട ആദ്യത്തെ സ്റ്റിച്ച്, അതായത് ഇതിലെ അവസാനത്തെ സ്റ്റിച്ച്, അതിനുള്ളിലേക്ക് 2 സിംഗിൾ ക്രോഷേ ചെയ്ത ശേഷം നമ്മൾ ഈ വയർ ഫോൾഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. നമ്മുടെ പെറ്റൽസിൻ്റെ 1 സൈഡ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഈ വയർ ഫോൾഡ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് 2 ചെയിൻ, ഇത് ലീഫിൻ്റെ പെർഫെക്റ്റ്, ലീഫല്ല പെറ്റൽസിൻ്റെ പെർഫെക്റ്റ് ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി അവിടെ ഒരു
സ്ലിപ്പ് സ്റ്റിച്ച് സെക്കൻഡ് ചെയിനിൻ്റെ ഉള്ളിലൂടെ എടുത്ത് ഫസ്റ്റ് ചെയിനിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ പുറത്തേക്ക് എടുക്കുക. അങ്ങനെ ഒരു സ്ലിപ്പ് സ്റ്റിച്ച്. ഇനി നമ്മുടെ വയറിന് ഉള്ളിൽ കാണുന്ന ആദ്യത്തെ സ്റ്റിച്ചിലേക്ക് 2 സിംഗിൾ ക്രോഷേ. അത് കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ചെയ്തതുപോലെ തന്നെ തിരിച്ച് 2 ഹാഫ് ഡബിൾ ക്രോഷേ, 2 ഡബിൾ ക്രോഷേ, വീണ്ടും 2 ഹാഫ് ഡബിൾ ക്രോഷേ, ഒരു സിംഗിൾ ക്രോഷേ. അങ്ങനെ നമ്മൾ അപ്പോഴേക്കും ഇതിൻ്റെ മറ്റേ എൻഡിലേക്ക് എത്തും. ഇങ്ങനെയാണ് നമ്മുടെ ഒരു പെറ്റൽ നമ്മൾ ചെയ്യുന്നത്. ഇതിനുള്ളിൽ കാണുന്ന ആ ഒരു സ്പേസ് എന്ന് പറയുന്നത് ഈ വയറ് നമ്മളൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ അത് അടഞ്ഞു കിട്ടും. ഇത് നമ്മൾ ഈ ഒരു പെറ്റൽ ചെയ്ത് കഴിയുമ്പോൾ ഞാനത് ചെയ്ത് കാണിക്കാം. ഇനി ബാക്കി ഇതുപോലെ തന്നെ 2 സൈസിൽ കൂടെ ഉള്ള പെറ്റൽസാണ് നമ്മൾ ചെയ്യേണ്ടുന്നത്. ഓരോന്നും 5 എണ്ണം വീതം. ഈ മൂന്നാമത്തെ സൈസിലുള്ള പെറ്റൽസും ലീഫും ഒരേ പാറ്റേണിലാണ് ചെയ്യുന്നത്. ഒരേ നമ്പേഴ്സ് ഓഫ് ചെയിൻസ് ഒക്കെയാണ്. പക്ഷേ നമ്മൾ ഹൂക്ക് സൈസ് മാറ്റും. അപ്പോഴേക്കും ലീഫിൻ്റെ സൈസ് കുറച്ചുകൂടെ പെറ്റൽസിനെക്കാട്ടിലും വലിയതായിട്ട് കിട്ടും. നമ്മുടെ ലാസ്റ്റിലത്തെ സിംഗിൾ ക്രോഷേ കൂടെ ചെയ്താൽ നമ്മുടെ ഈ പെറ്റൽ കംപ്ലീറ്റ് ആയി. ബാക്കിയുള്ള യാൺ മുറിച്ച് മാറ്റാം. എന്നിട്ട് നമുക്കിതിനെ ഒന്ന് ഫോൾഡ് ചെയ്ത് പ്രസ് ചെയ്താൽ ആ ലീഫിൻ്റെ പെർഫെക്റ്റ് ആയിട്ടുള്ള, ലീഫല്ല പെറ്റലിൻ്റെ പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു ഷേപ്പിലേക്ക് ഇതിനെ കൊണ്ടുവരാൻ പറ്റും. ഇതിനൊന്ന് മടക്കിയിട്ട് പ്രസ് ചെയ്യാം. ഇങ്ങനത്തെ 5 പെറ്റൽസാണ് നമ്മൾ ഉണ്ടാക്കേണ്ടത് ഈ ഒരു സൈസിൽ. ഇത് ഫസ്റ്റ് സെറ്റ് ഓഫ് പെറ്റൽസാണ്. ഇനി നമുക്ക് അടുത്ത സെറ്റ് ഓഫ് പെറ്റൽസ് ചെയ്യാം. അതിന് നമുക്ക് 12 ചെയിൻസ് ആണ് ആദ്യം എടുക്കേണ്ടത്. ഇത് 5 എണ്ണം നമുക്ക് മാറ്റി വയ്ക്കാം. ഇവിടെ നമ്മൾ 12 ചെയിൻ എടുത്തിട്ടുണ്ട്. ഇതിൽ നമുക്കുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതിനെ മറ്റേതിൽ ചെയ്തതുപോലെ തന്നെ അതിന് പകരം 9ന് പകരം 12 ചെയിൻസ് എടുക്കാം. മിഡിലിൽ നമ്മൾ 2 ട്രിപ്പിൾ ക്രോഷ്യ കൂടെ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ട്രിപ്പിൾ ക്രോഷ്യ എന്ന് പറഞ്ഞാൽ നമ്മൾ ഡബിൾ ക്രോഷ്യയ്ക്ക് വേണ്ടി ഒരു പ്രാവശ്യം യാണ് ചുറ്റിച്ചെടുക്കുന്നതിന് പകരം 2 തവണ ചുറ്റിയിട്ട് ചെയ്യുന്നതിനെയാണ് ട്രിപ്പിൾ ക്രോഷ്യ എന്ന് പറയുന്നത്. 3 പ്രാവശ്യം യാണത്തിൽ നിന്ന് പുറത്തേക്കും എടുക്കാം. അതിനെയാണ് നമ്മൾ ട്രിപ്പിൾ ക്രോഷ്യ എന്ന് പറയുന്നത്. ഇത് ക്രോഷ്യയുടെ ബേസിക്സിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം. നമ്മൾ പഴയതുപോലെ തന്നെ ഈ ലാസ്റ്റ് ചെയിനിൽ വന്നിട്ട് 2 സിംഗിൾ ക്രോഷ്യ, ആ ഒരു ഫിനിഷിങ് ഞാൻ ഒരു പ്രാവശ്യം കൂടെ കാണിക്കാം. ഇതിനെ വയർ ഫോൾഡ് ചെയ്യുക. എന്നിട്ട് നമ്മളിവിടെ 2 ചെയിനാണ് നെക്സ്റ്റ് ചെയ്യേണ്ടുന്നത്.
1 2. ഇപ്പോൾ നമ്മളിട്ട ആ ഒന്നാമത്തെ ചെയിൻ്റെ ഉള്ളിലേക്ക് ഹുക്ക് ഇൻസെർട്ട് ചെയ്തിട്ട് ഒരു സ്ലിപ്പ് സ്റ്റിച്ച് അതിൽ ആദ്യത്തെ ആ ചെയിനിലൂടെ ഇത് പുറത്തേക്ക് എടുക്കും. ഇനി നമ്മൾ പഴയതുപോലെ തന്നെ ആ വയറിൻ്റെ ഉള്ളിൽ കാണുന്ന ആദ്യത്തെ ചെയിൻ്റെ ഉള്ളിലേക്ക് 2 സിംഗിൾ ക്രോഷേ, പിന്നെ സെയിം നമ്മൾ ആ പറഞ്ഞിരിക്കുന്ന അതേ പാറ്റേണിൽ തന്നെ 2 ഹാഫ് ഡബിൾ ക്രോഷേ, 2 ഡബിൾ ക്രോഷേ, 2 ട്രിപ്പിൾ ക്രോഷേ, വീണ്ടും 2 ഡബിൾ ക്രോഷേ, 2 ഹാഫ് ഡബിൾ ക്രോഷേ, ഒരു സിംഗിൾ ക്രോഷേ. അങ്ങനെ നമ്മളിതിനെ ഫിനിഷ് ചെയ്യുകയാണ്. ഇതിനെ ഒന്ന് നന്നായിട്ട് അതിൻ്റെ ആ വയറൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഇത് നമുക്ക് പെർഫെക്റ്റായിട്ട് അവിടെ ആ പെറ്റലിൻ്റെ ഷേപ്പ് ശരിയായിട്ട് കിട്ടും. നമ്മൾ ലാസ്റ്റ് ആ സിംഗിൾ ക്രോഷയോട് ഇടുകയാണെങ്കിൽ ഈ ഒരു പെറ്റൽ കംപ്ലീറ്റ് ആവും. ഈ സൈസിലും നമ്മൾ 5 പെറ്റൽസാണ് എടുക്കുക. ഇനി ചെയ്യാൻ പോകുന്നത് ലീവ്സ് ആണ്. ലീവ്സും മൂന്നാമത്തെ സെറ്റ് ഓഫ് പെറ്റൽസും ഒരുപോലെ തന്നെയാണ് ചെയ്യുന്നത്. ഒരേ സൈസ് ഓഫ് ചെയിൻസ് ആണ് എടുക്കുന്നത്. ഇതിന് രണ്ടിനും 15 ചെയിൻസ് ആണ് ചെയ്യുന്നത്. പെറ്റൽസിന് 1 mm ഹൂക്ക്, ലീവ്സിന് 1.75 mm ഹൂക്ക്. അതാണ് വ്യത്യാസം. ആദ്യം നമ്മൾ 15 ചെയിൻ എടുക്കും. എന്നിട്ട് പെറ്റൽസിന് വേണ്ടി ചെയ്തതുപോലെ തന്നെ ഒരു വയർ ഇൻസെർട്ട് ചെയ്തിട്ട് അതിലേക്ക് ആദ്യം ഒരു സിംഗിൾ ക്രോഷേ, 2 ഹാഫ് ഡബിൾ ക്രോഷേ, ഇത് എല്ലാത്തിനകത്തും സെയിം ആണ്. അത് കഴിഞ്ഞിട്ട് മറ്റേതിലേക്ക് നമ്മൾ 2 ഡബിൾ ക്രോഷേ ആണ് ചെയ്തതെങ്കിൽ ഇതിൽ 3 ഡബിൾ ക്രോഷേ, 3 ട്രിപ്പിൾ ക്രോഷേ, വീണ്ടും 3 ഡബിൾ ക്രോഷേ, പിന്നെ 2 ഹാഫ് ഡബിൾ ക്രോഷേ, പിന്നെ സിംഗിൾ ക്രോഷേ 2 എണ്ണം സെയിം സ്റ്റിച്ചിനുള്ളിൽ. എന്നിട്ട് നമ്മൾ ആദ്യം ചെയ്ത പോലെ ആ 2 ചെയിൻ എടുക്കുക, സ്ലിപ്പ് സ്റ്റിച്ച്, ബാക്ക് സെയിം തന്നെ റിട്ടേൺ. ഇതും നമ്മൾ 5 പെറ്റൽസ് റെഡിയാക്കി കഴിഞ്ഞു. ഇനി നമുക്ക് ഇതിന് വേണ്ടത് ഇതിൻ്റെ ആ ഒരു പൂമ്പൊടി എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. അതിന് നമ്മൾ 6 സെൻറ്റിമീറ്ററുള്ള ഒരു വയറാണ് എടുത്തിട്ടുള്ളത്, അലുമിനിയം വയർ. അതിലേക്ക് നമ്മുടെ ഈ യെല്ലോ കളറിലുള്ള സിന്തറ്റിക് യാണാണ് ചുറ്റിച്ചു കൊടുക്കുന്നത്. ഈ വയർ വളരെയധികം ഫ്ലെക്സിബിളാണ്. കുറച്ചുകൂടി കട്ടിയുള്ളതാണെങ്കിൽ നമ്മൾക്ക് ഒരു പ്ലെയർ ഉപയോഗിച്ചിട്ട് ഇത് ഫോൾഡ് ചെയ്യേണ്ടി വരും. ഇതിനെ നമ്മളിങ്ങനെ രണ്ടായിട്ട് മടക്കുക. അതിനെ ഒന്ന് മടക്കി കൊടുക്കുക. ഇതിങ്ങനെ നമ്മളൊരു 9 എണ്ണമാണ് ഉണ്ടാക്കേണ്ടത്. എന്നിട്ട് നമുക്കിതിനേക്ക് ഒന്ന് ഫിക്സ് ചെയ്യാം.
ഇനി നമ്മൾ ആദ്യം ഏറ്റവും ചെറിയ പെറ്റൽസാണ് ഇതിൽ ഫിക്സ് ചെയ്യേണ്ടത്. ഈ പോയിൻസെറ്റ അധികം തിക്കായിട്ടല്ല അതിൻ്റെ പെറ്റൽസ് ഉണ്ടാവുക. അപ്പോൾ അതുകൊണ്ട് ആ ഒരു ഡിസ്റ്റൻസ് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് 5 പെറ്റൽസ് നമ്മൾ ഇതിൽ ഫിക്സ് ചെയ്യുക. ഫസ്റ്റ് കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ടാണ് ഇത് ചെയ്യേണ്ടത്. ഇനി ഇതിൽ 2 പെറ്റൽസിൻ്റെ ഇടയിലായിട്ട് വരുന്ന വിധത്തിൽ അടുത്ത സൈസ് ഓഫ് പെറ്റൽസ് ഫിക്സ് ചെയ്യാം. അടുത്ത ലെയറും അതുപോലെ തന്നെ ഈ 2 പെറ്റൽസിൻ്റെ നടുവിലായിട്ട് താഴത്തെ ലെയർ വരത്തക്ക വണ്ണം ഇത് ഫിക്സ് ചെയ്യാം. ഇനി അതുപോലെ തന്നെ നമ്മുടെ ലീവ്സും അതിൻ്റെ താഴെയായിട്ട് 2 പെറ്റൽസിൻ്റെ നടുവിലായിട്ട് ഒരു ലീഫ് വരത്തക്ക വണ്ണം ഫിക്സ് ചെയ്യാം. ഇത് വളരെ പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. ഈ വയർ വെച്ചിട്ട് ചെയ്യുന്നത് കൊണ്ട് നമുക്ക് ഒരു കാണുമ്പോൾ അത് ബുദ്ധിമുട്ടാണെന്ന് തോന്നുന്നുണ്ടാകും. പക്ഷെ അത്രയ്ക്ക് ബുദ്ധിമുട്ടൊന്നും ഇല്ല. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇത് നമുക്ക് ഇതുപോലെ ഒരു 2-3 എണ്ണം ഉണ്ടാക്കിയിട്ട് ഒരു ഫ്ലവർ പോട്ടിൽ വെച്ചിട്ട് ഒരു ചെടി പോലെ വേണമെങ്കിലും വെക്കാം, അല്ലെങ്കിൽ ക്രിസ്മസ് ട്രീയിലൊക്കെ ഫിക്സ് ചെയ്യാം. ക്രിസ്മസിൻ്റെ ഏതുവിധ അലങ്കാരത്തിനും ഇത് ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു സംഭവമാണ്. അതുകൊണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പുതിയൊരു പാറ്റേണുമായി ഞാൻ ഉടനെ വീണ്ടും വരുന്നതാണ്. താങ്ക് യു ഫോർ വാച്ചിങ്.